അല്ല ഗൈസ്, ഞങ്ങൾ ഈ നടന്നു പോണത് എങ്ങടാന്നല്ലേ നിങ്ങളിപ്പോൾ ഈ ചിന്തിക്കണേ. ഞങ്ങളുടെ വീട്ടിലെ ആടുകൾ വരാൻ നേരം ഇപ്പോൾ കുന്നിൻ്റെ മുകളിലേക്ക് അന്വേഷിച്ച് പോകണമെന്നുണ്ട് ഈ കാണണേ. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അമ്നുവിന് ഒറ്റയ്ക്ക് നടക്കാനൊക്കെ തോന്നിയെങ്കിലും പിന്നെ ആൾക്ക് വെള്ളം തായ്ക്കാനേ തുടങ്ങി. അപ്പോൾ പിന്നെ ബാഗിലുള്ള വെള്ളമൊക്കെ കുടിച്ച് ആൾ ഉഷാറായി പിന്നെയും നടന്നു. ഞാനെടുത്ത് അമ്നു എടുക്കണടാ. പക്ഷെ കുന്ന് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ ആളെ തോളി തട്ടി കയറ്റി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നടന്നു പോയിട്ടാ. മുകളിലെത്തിയപ്പോൾ ആടുകൾ അവിടെ നിന്ന് പുല്ലുകൾ തിന്നുണ്ടായി. അമ്ന ആടിനെ ആട്ടിയതാണ്ട് നിങ്ങളിപ്പോൾ എന്നെ കണ്ടേ. അങ്ങനെ ആടിനെ കാട്ടിക്കൊണ്ട് ഞങ്ങളവിടെ നിന്നപ്പോൾ സൂര്യ അസ്തമിക്കാറായി താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നടക്കാനൊക്കെ അത്യാവശ്യം സ്ഥലമുള്ള കാരണം അമ്നുവിനെ അവിടെ താഴെ നിർത്തിയിട്ടാ. അമ്ന അവിടെയൊക്കെ ചുറ്റുപാടും കണ്ട് ആസ്വദിച്ച് പയ്യെ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ തീപിടുത്തത്തിൽ കത്തിയൊരു മരം അവിടെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വിറക് ശേഖരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മു ഒരു ചെറിയ അഭ്യാസ പ്രകടനമൊക്കെ നടത്തി വിറക് ഓടിക്കാൻ തുടങ്ങിയിട്ടാ. ബാഹുബലിയിലെ കട്ടപ്പേനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ആ വലിയ വിറകൊക്കെ ഓടിക്കുന്നത്. പക്ഷെ ആൾക്ക് പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പോയി ഒടിച്ച് നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി. പിന്നെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിറകുകളൊക്കെ ഒടിച്ച് നുറുക്കി ചെറിയൊരു കെട്ടാക്കി ഞങ്ങളതും കൊണ്ട് വീട്ടിലേക്ക് പോകണ്ട. ആടുകൾ നേരത്തെ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഈ കാണുന്ന വലിയ കെട്ട് അമ്മൂനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്ത കാരണം ഞാൻ എണ്ണ തട്ടി തോളി കെട്ടി താഴെ ഇറക്കിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പോൾ ശരി എന്നാൽ.